ഞാൻ ചിലപ്പോ വിജയനെ പോലെയൊക്കെ അയാളെ കുറച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടിക്ക് തുടങ്ങി ഞാൻ CM ആയി വന്നാലാ. പോയിട്ട് വരാം. ഒരു തെരഞ്ഞെടുപ്പാണ്. എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് കുറെ നാളുകൾക്ക് ശേഷം വന്നിരിക്കുന്നതാണ്, എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോഴത്തെ രാഷ്ട്രീയ നാടകങ്ങൾക്ക് ഒന്നും പറയാനില്ല. ഇലക്ഷൻ നല്ലോണം നടക്കട്ടെ. എനിക്ക് വേറെ പറയാനുണ്ട്. ഞാനിപ്പോ പ്രശ്നത്തിലാവണില്ല കുറച്ച് കാലത്തേക്ക്. നടക്കുന്നത് ഒരു രാഷ്ട്രീയ നാടകമാണെന്ന് തന്നെയാണോ തോന്നുന്നത്? ഉറപ്പായിട്ടും വലിയ രാഷ്ട്രീയ നാടകങ്ങൾ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഇനി വയ്യ കുറച്ച് ദിവസം അടി വാങ്ങാൻ. കുറച്ച് ദിവസം കഴിയട്ടെ. എന്താണ് കാണുന്നത് രാഷ്ട്രീയ? ഇല്ലില്ല, ഞാൻ പിന്നെ പറയാതെ. എങ്കിലും നിലവിലൊരവസ്ഥയിൽ മനസ്സിൽ ആര് ജയിക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾ എല്ലാം വേണ്ട എന്നാണ്? ഇല്ല, എനിക്ക് എം സ്വരാജിനെ പേഴ്സണലി ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇന്ന ആൾക്കാർ ജയിക്കണമെന്നൊന്നുമില്ല. എനിക്ക് പുള്ളിക്കാരനെ ഇഷ്ടമാണ്, അത്ര തന്നെ. സ്വരാജിന് ഇഷ്ടമാണ്. ഇന്നത്തെ രാഷ്ട്രീയ നാടകങ്ങൾക്ക് പക്ഷേ പറഞ്ഞു ഇല്ല, ഒന്നും ഇപ്പോൾ തൽക്കാലത്തേക്ക് മറുപടി വരാനില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ വേറെ തീർക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പ്രശ്നത്തിലേക്ക് വരാം. ഇപ്പോൾ വയ്യ കൂടുതൽ. എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട്, അങ്ങനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട്? ഞാനൊരു സ്വതന്ത്ര സംഗീതജ്ഞനാണ്. സ്വതന്ത്രമായി പാട്ട് എഴുതുക, എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി മിണ്ടുക, അതാണ് ഇപ്പോഴത്തെ തീരുമാനം. ഞാൻ ചിലപ്പോൾ വിജയനെ പോലെയൊക്കെ അയാളെ കുറച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടിക്ക് തുടങ്ങി ഞാൻ CM ആയി വന്നാലാ. പോയിട്ട് വരാം. കൂടി പൊയ്കലപ്പച്ചന്റെ ഒരു പാട്ടിലെ ഒരു 4 വരി ഞാൻ ഇപ്പോഴത്തെ സാമൂഹ്യാവസ്ഥയിൽ ഞാനിത് പാടിയപ്പോൾ വേടൻ ജാതീയവാദിയാണ് എന്നാണ് പറഞ്ഞത്. ഞാൻ ഈ പാട്ട് ഒരു വേദിയിൽ പാടിയപ്പോൾ പൊയ്കലപ്പച്ചൻ നമുക്ക് വേണ്ടി എഴുതി പോരാടി മരിച്ചു പോയിട്ടുള്ള ഒരാളാണ്. അപ്പോ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പൊയ്കലപ്പച്ചന്റെ ഒരു കവിതയിൽ ഒരു 4 വരിയാണ്. ഇത് പൊതുസമൂഹത്തിനുള്ളിലേക്ക് എത്തിപ്പെടേണ്ടതായിട്ടുള്ള ഒരു വരിയും കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത്. പുലയരെല്ലാരും കൂടി. അറിയോ ഈ പാട്ട്, ഈ കവിത ആർക്കെങ്കിലും അറിയോ? അറിയോ? എങ്കിൽ അത് ഞാൻ എന്തായാലും പാടും. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് പാടരുതെന്നാണോ പറയണത്? എന്താണ് അവസ്ഥ? പുലയരെല്ലാരും കൂടി ചേരവരായാലെന്താ പുലയന്റെ ഈ കേരളത്തിൽ ഇതിനൊരു ശുഭം വരുമോ? പറയലെല്ലാരും കൂടി സംഭവരായാലെന്താ പറയന്റെ പഴിമാറുമോ? ഈ ധരതന്നിൽ ഇതിനൊരു ഇത് ഈ കാലഘട്ടത്തിലും പാടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഒരു ദയനീയമായിട്ടുള്ള അവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു വീരയോദ്ധാവിന്റെ ഓർമ്മ ദിവസം ഇങ്ങനെ ഒരു ഹാളിൽ ആഘോഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തില്ലായിരുന്നു. വലിയൊരു ഉത്സവമായിട്ട് നടത്തേണ്ടിരുന്ന ഒരു പരിപാടി. എനിക്ക് അതാണ് ഒരു സങ്കടമുള്ളത്. നിങ്ങളെല്ലാവരും കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ ഇതിങ്ങനെയല്ല നടത്തേണ്ടത്. അടുത്ത പ്രാവശ്യമെങ്കിലും ഒരു വലിയ ഒരു വേദിക്ക് മുന്നിൽ മഹാവീരൻ അയ്യങ്കാളിയുടെ നിனைവ് നാൾ നമുക്ക് ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഞാൻ